ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പഴയ വീട് അതിൻ്റെ രീതിയിലുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് മാറ്റി പുതിയ രീതിയിൽ AC, അതുപോലെ തന്നെ ബെഡ് സ്വിച്ച്, അതുപോലെ എനിക്ക് നമ്മുടെ ബാത്റൂമിലേക്ക് വരുന്ന എൻട്രൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ നമുക്ക് നല്ല രീതിയിലൊരു പുതിയ മോഡേൺ സ്റ്റൈലിൽ ആ റൂം ആക്കിയെടുക്കാം. എത്ര പഴയ വീടാണെങ്കിൽ കൂടി നമുക്ക് പുതിയ മോഡലിലേക്ക് ആക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ഒരു എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളവിടെ റൂമിൻ്റെ എൻട്രൻസിൻ്റെ ഒരു 8 മോഡുകളുടെ സ്വിച്ച് ബോർഡ് നമ്മളോട് കൊടുത്തു. 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് അവിടെ കൊടുത്തത്. അവിടെ നിന്നും 2 പൈപ്പ്, അതായത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പൈപ്പ് മസ്റ്റായിട്ട് ഇട്ടിരിക്കണം. ഒരു 25 20 പൈപ്പ് നമ്മൾ മസ്റ്റായിട്ട് കൊടുത്ത് അതിൽ നിന്ന് നേരെ ബെഡ് സ്വിച്ചിലേക്കാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. ബെഡ് സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ ബെഡ്, അതായത് കട്ടിലിടുന്ന ഏരിയ നമ്മൾ ആദ്യമേ തീരുമാനിക്കണം. ചിലപ്പോൾ പഴയ വീടുകളിൽ ഈ ആകെ ഒറ്റ ബോക്സ് മാത്രമേ ഉണ്ടായിരുന്നുണ്ടാവുള്ളൂ. അതിന് പകരമായിട്ട് നമ്മൾ അതിൽ നിന്ന് 2 പൈപ്പ് എക്സ്ട്രാ നമ്മൾ വെട്ടിക്കൊണ്ടുപോകണമെന്നാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അത് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞതാണ്. ആ പൈപ്പ് 2 പൈപ്പ് വെട്ടിക്കൊണ്ടുപോയതിന് ശേഷം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്യാം. അതായത് കട്ടിലിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് കട്ടിലിൻ്റെ മുകളിൽ ചെറിയ റൂമായതുകൊണ്ട് മുകളിൽ കിട്ടാൻ വേണ്ടിയിട്ട് 90 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ ഈ 2 ബോക്സും കൊടുത്തിരിക്കുന്നത്. ഒരു 8 മോഡുകളുടെയും വെച്ചു, ഒരു 3 മോഡുകളുടെയും വെച്ചു. അതിനെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഒരു റെഗുലേറ്റർ വരുന്നുണ്ട്, 2 ട്യൂബ് വരുന്നുണ്ട്, മാസ്റ്റർ സ്വിച്ച് വരുന്നുണ്ട്, അതുപോലെ തന്നെ AC സ്വിച്ച് വരുന്നുണ്ട്, ഒരു പ്ലഗ് സ്വിച്ചും പ്ലഗ് സോക്കറ്റും കൂടി വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ടോട്ടൽ വരുന്ന സമയത്ത് നമുക്ക് 8ഉം 3ഉം വളരെ അത്യാവശ്യമാണ്. ഇനി അതല്ല, ഇനി ഒരു സീലിങ്ങിൻ്റെ വർക്ക് കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി കണ്ടിട്ടാണ് 1-2 സ്വിച്ച് കൂടി നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത്. വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പം നമ്മൾ ബെഡ് സ്വിച്ചിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതായത് ബെഡ് ഇടുന്ന പൊസിഷൻ എവിടെയാണ് വരുന്നത്, അതിൽ നിന്നും 2 ബെഡ് ഇടുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മൾ 90 സെൻറ്റിമീറ്ററിൽ 2 സ്വിച്ച് ബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. AC സ്വിച്ചും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. പിന്നെ പ്ലഗ് സോക്കറ്റ്, അതായത് ലാപ്ടോപ്പ് ചാർജ് ചെയ്യുന്നതിന്, മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലഗ് സോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നേരെ ഒരു പൈപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കാണാൻ സാധിക്കും. കണ്ടോ, ഇത് നമ്മൾ പഴയ വീട് വെട്ടി രണ്ടാമത് ക്ലിയർ ചെയ്തിരിക്കുന്നതാണ്. പഴയ കൊണ്ടുപോയതിന് ശേഷം നേരെ നമ്മൾ ACക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് തുളച്ചിടുന്ന സിസ്റ്റമാണ്. അവിടെ ഒരു ലൈറ്റ് പോയിൻറ്റ് നമ്മൾ ഓൾറെഡി നിലനിർത്തിയിട്ടുണ്ട്. ആ ലൈറ്റ് പോയിൻറ്റ് അവിടെ ഒരു 4 ബോക്സാണ് ഇരിക്കുന്നത്. ആ 4 ബോക്സിൻ്റെ ബാക്ക് തുളച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫ്രണ്ട് സൈഡിൽ കിട്ടും. അവിടെയാണ് നമ്മുടെ AC യൂണിറ്റ് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരെ പോയിരിക്കുന്ന പൈപ്പുകൾ എല്ലാം ജംഗ്ഷൻ ഇട്ടാണ് പണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യമായ സ്ഥലങ്ങളിൽ നമ്മൾ ആ ജംഗ്ഷനുകളെല്ലാം ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ നേരെ അവിടെ ഒരു ബെൻഡ് കൊടുത്തിട്ട് ലൈറ്റ് പോയിന്റ് ക്ലിയർ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ ഈ റൂമിനോട് അറ്റാച്ച് ചെയ്ത് ഡ്രസ്സിങ് ഏരിയയും അതുപോലെ തന്നെ ബാത്റൂമും അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സിങ് ഏരിയയിൽ കിടക്കുന്ന വഴി നമ്മളൊരു 6 മോഡലിൻ്റെ സ്വിച്ച് ബോർഡ് കൊടുത്തു. അതിൽ നിന്നും സെപ്പറേറ്റ് പൈപ്പ് വെട്ടി നേരെ ഡ്രസ്സിങ് ഏരിയയിൽ ലൈറ്റ് കൊടുത്തു. പിന്നെ നേരെ ബാത്റൂമിൻ്റെ അകത്തേക്ക് ഒരു ലൈറ്റ് കൊടുത്തു. ഇനി നമുക്ക് ഈ ബാത്റൂമിൻ്റെ അകത്ത് നിന്നും എക്സോസ്റ്റിലേക്ക് ഒരു പോയിന്റ് കൊടുക്കാനുണ്ട്. ബാത്റൂം ചെറുതായതുകൊണ്ട് നമുക്കവിടെ ഹീറ്ററിന് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ നമുക്ക് പുറത്ത് കൊടുക്കാം, ഹൈറ്റ് കുറവായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ ബെഡ് സ്വിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ആദ്യം എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ് ക്ലിയർ ചെയ്തു. അതിനുശേഷം പിന്നെ ബാക്കി വരുന്ന സ്വിച്ച് ബോർഡുകളെല്ലാം തന്നെ ക്ലിയർ ചെയ്യാണ് ചെയ്തത്. പിന്നെ ഫാനിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് റീസ്റ്റോർ ചെയ്ത സമയത്ത് ഫാൻ ഒരു സൈഡിലേക്കാണ് കിടന്നിരിക്കുന്നത്. അപ്പോൾ ഫാൻ നമുക്ക് കറക്റ്റ് നമ്മുടെ ആ പറയുന്ന ബെഡിൻ്റെ പൊസിഷനിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു കട്ടിങ് ചെറുതായിട്ട് കൊടുത്തതിന് ശേഷം സ്ലീവ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ലെവലോസ് കാര്യങ്ങളെല്ലാം ആ വയറിലൂടെ 2 വയർ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 2 mm 3 mm കട്ട് ചെയ്തതിന് ശേഷം അത് അവിടെ നമ്മളൊരു ഹുക്ക്, ഫാനിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഹുക്ക് അവിടെ നമ്മൾ കൊടുത്ത് ക്ലിയർ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് നമ്മൾ ഈ പറയുന്ന ഫാനിൻ്റെ പൊസിഷനോട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ റൂമിൻ്റെ, അതായത് നമ്മൾ പുതിയൊരു വീട് വയ്ക്കുന്ന സെയിം എഫക്റ്റിലേക്ക് നമുക്ക് ഈ റൂം മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, എത്ര പഴയ വീടാണെങ്കിലും നമുക്കത് ചെയ്യാനുള്ളൊരു മനസ്ഥിതി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് വരുന്ന ലെവലിൽ ഫുഡ് ലാമ്പ്, ഇനി ബെഡ് സ്വിച്ച്, അതല്ല ഇനി ഏത് ലെവലിലേക്ക് വേണമെങ്കിലും പഴയ വീട് നമുക്ക് സിമ്പിളായിട്ട് റീസ്റ്റോർ ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതിലേക്ക് സർക്യൂട്ട് കൊണ്ടുവരാനുള്ള, അതായത് ഇപ്പോൾ ഈ റൂമിലേക്ക് കൊണ്ടുവരാനുള്ള സർക്യൂട്ട് കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് DBയിലേക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ഒരു പുതിയ വീടിൻ്റെ ലെവലിൽ തന്നെ പുതിയ വയറിങ് രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ സംവിധാനങ്ങളോട് കൂടി വീട് പൊളിച്ചളയേണ്ട കാര്യങ്ങളില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വീടിൻ്റെ റീസ്റ്റോർ കാര്യങ്ങൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, എന്നാലേ നമ്മൾ ഇതുപോലെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.